ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റൂഹ് അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. എങ്ങനെയാ സ്വീകരിക്കുന്നത്? ധാരാളം മലക്കുകൾ ഇറങ്ങി വരും. ഏകദേശം 500ഓളം മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും വന്നിരിക്കുന്നു നിരനിരയായി. അതാ അവന്റെ ആത്മാവിനെ കാൽ വിരലുകളിൽ നിന്ന് പിടിക്കുകയാണ്. ഒരു വിഭാഗം അതാ മുട്ടുവരെ പിടിക്കുന്നു. ആ വിഭാഗം പോകുന്നു, അടുത്ത വിഭാഗം വരികയാണ്. അവന്റെ ആത്മാവിന് ജീവനെ അതാ അരവരെ പിടിക്കുന്നു. പിന്നീട് അടുത്ത ഒരു വിഭാഗം മലക്കുകൾ വന്ന് നെഞ്ചുവരെ പിടിച്ചു വെക്കുന്നു. പിന്നീട് അടുത്ത വിഭാഗം മലക്കുകൾ വന്ന് അതാ തൊണ്ടക്കുഴി വരെ പിടിച്ചു വെക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹൈനഇദിൻ തൻളുറൂൻ. അല്ലാഹു പറയുകയാണ്, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ കല്ലാ ഇദാ ബലഗത്തി തറാക്കിയ, കണ്ടോ, ഈ കോളറിന്റെ ഭാഗത്തുള്ള എല്ലാം തറാക്കിയ, തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു പറയുന്നു, ആ സമയത്ത് അല്ലാഹു മറകൾ മാറ്റും. നോക്കൂ, ഈ ദുനിയാവിൽ 60, 50, 70 കൊല്ലം ജീവിച്ച ആളുകൾ ആരാധനകൾ കൊണ്ട്, അഅമാലുകൾ കൊണ്ട് സജീവമാക്കിയവർക്ക് അല്ലാഹു സ്വർഗം തുറന്നു കാണിക്കും. ആ സമയത്ത് റൂഹിങ്ങനെ അതാ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് ക്യാബിനറ്റ് റാങ്കുള്ള മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ എടുക്കുന്നത്. അതെല്ലാം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ മലക്കുകളെ സത്യം ചെയ്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ. റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. വന്നാസിആതി ഗർഖാ, മനുഷ്യ ശരീരങ്ങളിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് പാരുഷ്യത്തോടെ വലിച്ചൂരിയെടുക്കുന്ന, ആത്മാവിനെ വലിച്ചൂരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കണ്ടോ, മുനാഫിക്കുകൾ, സത്യനിഷേധികൾ, കപടന്മാർ, ഭൗതികവാദികൾ, അവരുടെ ആത്മാവിനെ അല്ലാഹു തആല പിടിച്ചെടുക്കുന്നത് അവരുടെ മുഖത്തും പൃഷ്ഠഭാഗങ്ങളിലും മലക്കുകൾ അടിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹു അയക്കുന്ന മലക്കുകൾ വന്നിട്ട് അവരുടെ മുഖത്ത് ഇടിച്ച് അവരുടെ പൃഷ്ഠഭാഗത്തും ഇടിച്ചാണ് ഈ ജീവനെ പുറത്തേക്ക് എടുക്കുന്നത്. ജീവനുള്ള ആടിന്റെ തോല് ഉരിച്ചെടുക്കുന്നത് പോലെ. അല്ലാഹു കാക്കട്ടെ. മറ്റൊരു ഉദാഹരണം ഹദീസിൽ കാണാം. മുള്ളുള്ള ചക്ക വായിലൂടെ കുത്തിയിറക്കി മലദ്വാരത്തിലൂടെ എടുക്കുന്നത് പോലെ ഭീകരമായ വേദനയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരത്തിലെ ജീവനെ വലിച്ച് ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. നോക്കൂ, രണ്ടാമത് അല്ലാഹു സത്യം ചെയ്തു. വന്നാശിതാതി നഷ്താ, അല്ലാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുകയും ജീവിതം നേരെ ചൊവ്വെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആക്കുകയും ചെയ്ത ആളുകൾ അവരുടെ യാത്രാ സമയത്ത് അതാ മലക്കുകൾ ആത്മാവിനെ എടുക്കുന്നതാണ്. വന്നാശിതാതി നഷ്താ, നിറഞ്ഞ കിണറ്റിൽ ബക്കറ്റിട്ട് വെള്ളം തുളുമ്പാതെ മെല്ലെ എടുക്കുന്നത് പോലെ അതാ മനുഷ്യ ശരീരത്തിലെ ആത്മാവിനെ മൃദുലമായി എടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. രണ്ടുദാഹരണം ഹദീസിൽ വരുന്നുണ്ട്. ഒന്ന്, പൂജയിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കും പോലെ അല്ലാഹു മെല്ലെ കൂരിയെടുക്കും ജീവനെ. മറ്റൊരു ഉദാഹരണം, കുഴച്ചു വെച്ച മാവിനകത്ത് പെട്ടുപോയ നൂലോ മുടിയോ മെല്ലെ എടുക്കുന്നത് പോലെ അതാ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ റൂഹിനെ മെല്ലെ ഊരിയെടുക്കും. വന്നാശിതാതി നഷ്താ. എന്നിട്ട് ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ എങ്ങോട്ട് പോകും? അതാ ഒരു വിഭാഗം ആത്മാവിനെ അല്ലാഹു തആല നേരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇല്ലിയീൻ വസ്സാബിഹാതി സബ്ഹാ, മനുഷ്യാത്മാക്കളെ കയ്യിലേന്തി നീന്തി തുടിക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കണ്ടോ,
ഒരു വിഭാഗത്തിന്റെ ആത്മാക്കൾ കേന്ദ്രീകരിക്കുന്നത് നരകത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ സിജ്ജീൻ, പാതാളത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. പടച്ചോൻ കാക്കട്ടെ. അള്ളാഹുവാണ് റബ്ബെന്ന് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുകയും അതാ ജീവിതം നന്നാക്കുകയും ചെയ്തവരുടെ ആത്മാവ് നേരെ വാനലോകത്തേക്ക് കയറിപ്പോകും. ഇല്ലിയീൻ, ഇല്ലിയീൻ ഏഴാൻ ആകാശത്തിന്റെ മുകളാണെന്നും സ്വർഗമാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഇല്ലിയീൻ എന്ന സ്ഥലത്താണ് ആത്മാക്കൾ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ റൂഹ് എങ്ങോട്ട് പോകണം? താഴത്തോട്ട് പോകണം, മുകളിലോട്ട് പോകണം? അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ഇന്ന റൂഹ ഇദാ ഖുബില, ആത്മാവിനെ പിടിക്കപ്പെട്ടാൽ, ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് ജീവനെ, ഈ ചൈതന്യമാകുന്ന റൂഹിനെ പിടിക്കപ്പെട്ടാൽ തബഅഹുൽ ബസർ, മനുഷ്യന്റെ ദൃഷ്ടി ആത്മാവിനെ അനുഗമിക്കും, ആത്മാവ് പോയ സ്ഥലത്തേക്ക് പോകും. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ബിസ്മി പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി കണ്ണ് തിരുമ്മി അടയ്ക്കണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, ചില സമുദായങ്ങൾ ആ മരണപ്പെട്ടവരുടെ ആ കണ്ണ് തിരുമ്മി അടയ്ക്കാറില്ല. അവരുടെ കണ്ണ് തുറന്ന് മിഴിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആത്മാവ് എങ്ങോട്ടാണോ പറഞ്ഞത് അങ്ങോട്ട് അവരുടെ കണ്ണുകൾ പോകുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് സന്ദർശകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങൾ ആ കണ്ണിനെ തിരുമ്മി അടയ്ക്കണം. എങ്ങോട്ടാണ് ഈ റൂഹ് പോയത്? ഇവിടെ ആളുകൾ തർക്കിക്കുകയാണ്. പക്ഷെ ഇസ്ലാമിക ദർശനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈ ആത്മാക്കളെ അയച്ചവൻ തന്നെയാണ് അതിനെ കയ്യിലെടുക്കുന്നത്. സൂറത്തു സുമർ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹുവാണ് ആത്മാവിനെ കയ്യിലെടുക്കുന്നവൻ. ഹീന മൗതിഹാ, മരണവേളകളിൽ. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, നിദ്രാവേളയിൽ മരണപ്പെടാത്തവരുടെ റൂഹിനെയും കയ്യിലെടുക്കുന്നവൻ അല്ലാഹുവാണ്. ഫയുംസികുല്ലതി ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ആരുടെയെങ്കിലും മരണം അള്ളാഹു ഉറക്കത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ അവൻ കയ്യിലെടുക്കുന്നു. അഥവാ മരണം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ വയുർസിലുൽ ഉഖ്റാ, അള്ളാഹു ആത്മാവിനെ അയച്ചു കൊടുക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. നോക്കൂ, മനുഷ്യ ശരീരത്തിലെ ജീവൻ അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നത്. നോക്കൂ, ഉറങ്ങുന്നവന്റെ ആത്മാവ്, ഉറക്കം അന്നൗമു അഖുൽ മൗത്ത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാണെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഉറങ്ങുന്നവൻ മരിച്ചു കിടക്കുന്നത് പോലെയാ, അവന്റെ റൂഹിനെ കയ്യിലെടുക്കുന്നതും അല്ലാഹുവാ. നോക്കൂ, എണ്ണിക്കുമ്പോൾ ആ റൂഹ് തിരിച്ചു കൊടുക്കുന്നത് അല്ലാഹുവാ. ഏതുപോലെ ഒരു പ്ലെയിൻ ഒരു എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയാൽ റഡാറിൽ കാണുന്നത് പോലെ തന്റെ അടിമം അതാ മരിച്ചു കിടക്കുന്നു, മരണമാകുന്ന മരണത്തിലൂടെ മരിച്ചു കിടക്കുന്നു, അവന്റെ ആത്മാവ് എവിടെയെല്ലാം പോകുന്നു, റഡാറിലൂടെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർണോൾഡ് ടോയംബി എന്ന ഭൗതിക ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, എന്താണ് മരണത്തിന്റെ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, ജീവന്റെ രഹസ്യം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, കണ്ടുപിടിക്കാൻ കഴിയില്ല. നോക്കൂ, അമേരിക്കൻ ശാസ്ത്രജ്ഞർ തുള്ളിച്ചാടി, ഞങ്ങൾ കണ്ടുപിടിച്ചു, ജീനോം കോഡ് കണ്ടെത്തി. എന്ത് ജീനോം കോഡ്? മനുഷ്യന്റെ ഈ കോഡ് ആര് വായിച്ചു? 20% വായിച്ചിട്ടുള്ളൂ. ഇനി 20% അവ്യക്തതയാണ്, വായിക്കാൻ കഴിയില്ല. 20% വായിച്ചപ്പോ മനുഷ്യൻ അഹങ്കരിക്കാൻ തുടങ്ങി, ഞങ്ങളിതാ വാർദ്ധക്യത്തെ തോൽപ്പിക്കും, ഇനി ആർക്കും നരബാധിക്കുകയില്ല, വാർദ്ധക്യം വരികയില്ല, മരണത്തെ തന്നെ ഞങ്ങൾ പിന്തിപ്പിക്കും എന്നൊക്കെ അന്ന് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ശാസ്ത്രജ്ഞർ തുള്ളിച്ചാടി. നടക്കുവോ സുഹൃത്തുക്കളെ? നടക്കുവോ? അല്ലാഹു സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നാമാണ് നിങ്ങൾക്ക് മരണത്തെ തീരുമാനിച്ചത്, നാമാണ് മരണത്തെ നിങ്ങൾക്ക് തീരുമാനിച്ചത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം ഒരിക്കലും പരാജയപ്പെടുത്തപ്പെടുന്നവനല്ല, ആരും നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. വമാ നഹ്നു ബിമസ്ബൂഖീൻ, അല്ലാഹു പറയുകയാണ്, ഒരു ശക്തിക്കും
മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. മരണത്തെ ഒന്ന് നീട്ടിവെക്കാൻ സാധിക്കുമോ? ഇല്ല. അള്ളാഹു പടച്ചവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ, മരണത്തിന്റെ രഹസ്യം അറിയുന്നതിന് മുമ്പ് ജീവന്റെ രഹസ്യം അറിയണ്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീവൻ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അവന്റെ നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വയസ്അലൂനക അനിർ റൂഹ്, നബിയെ അങ്ങയോട് ചോദിക്കുന്നു ജീവന്റെ രഹസ്യം. അനിർ റൂഹ്, റൂഹിന്റെ രഹസ്യം, ജീവന്റെ രഹസ്യം അങ്ങയോട് ചോദിക്കുന്നു. നബിയെ അവിടെന്ന് പറയണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ജീവൻ എന്റെ റബ്ബിന്റെ അമ്രാണ്, പടച്ചവന്റെ കൽപ്പനയാണ്, ആജ്ഞയാണെന്ന് പറഞ്ഞേക്കൂ നബിയേ. അതിൽ മനുഷ്യന് യാതൊരു കൈകടത്തലുമില്ല, തികച്ചും ആഭ്യന്തരം അള്ളാഹുവിന്റെ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞേക്കൂ നബിയെ. ഒമാ ഊതീതും, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, മിനൽ ഇൽമി, അറിവിൽ നിന്ന്, ഇല്ല ഖലീലാ, അല്പമല്ലാതെ. നിങ്ങൾ വായിച്ചല്ലോ 20% ജീനോം കോഡ്, അത്രേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വായിക്കാനുണ്ട്. അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു. ആരാണ് ഈ ജീവിതവും ആരാണ് ഈ മരണവും സങ്കല്പിച്ചത്, തീരുമാനിച്ചത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജനിമൃതികളെ പടച്ചത്, അവനാണ് മൗത്തും ഹയാത്തും സൃഷ്ടിച്ചത്. ലിയബ്ലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് അയ്യുക്കും അഹ്സനു അമലാ, ഈ 50 വർഷത്തിനുള്ളിൽ, ഈ 60-70 വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല സുഹൃതം, ഏറ്റവും നല്ല അമൽ ആരാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയിരിക്കുകയാണ്. ഇത് പരീക്ഷണമാണ്. ഈ ജീവിതം, അള്ളാഹു പറയാൻ, ഈ ജീവിതം പരീക്ഷണമാണ്. ജീവൻ എന്ന രഹസ്യം അത് തികച്ചും ദൈവികമാണ്, ആഭ്യന്തരമാണ്, അള്ളാഹുവിന്റെ അമ്രാണ്, പടച്ചവന്റെ ആജ്ഞയാണത്. അതിൽ മനുഷ്യ സൃഷ്ടിക്ക് യാതൊരു പങ്കുമില്ല. നോക്കൂ, ഇതേ ജീവൻ തന്നെ എന്നെടുക്കണം, എപ്പോഴാണ് ഈ അപ്രതീക്ഷിത യാത്ര, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വബിഅയ്യിൽ ബിലാദി യുഖ്ബലു റൂഹി വബിഅയ്യിൽ ബിഖാഇ യുഹ്ഫറു ഖബ്രി. ഒരു കവി പാടി, വബിഅയ്യിൽ ബിലാദി യുഖ്ബലു റൂഹി, ഏത് നാട്ടിൽ വെച്ച് എന്റെ ജീവൻ പിടിക്കപ്പെടും എനിക്കറിയില്ല. വബിഅയ്യിൽ ബിഖാഇ, ഏത് നാട്ടിൽ വെച്ച് യുഹ്ഫറു ഖബ്രി, എന്റെ ഖബർ കുഴിക്കപ്പെടുകയെന്ന് എനിക്കറിയില്ല. വേളൂർ വെസ്റ്റിലെ ആളായിരിക്കും, പക്ഷേ ഖബർ ഒരു പക്ഷെ മിനായിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ജന്നത്തുൽ മുഅല്ലയിൽ, അല്ലെങ്കിൽ മദീനയിലായിരിക്കും. എവിടെ വച്ച് ജീവൻ പൊലിയും, എവിടെ കിടക്കേണ്ടി വരും, അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പടച്ചവൻ യാത്ര നന്നാക്കി തരട്ടെ. ഒരു ദിവസം നമ്മൾ യാത്ര പുറപ്പെടേണ്ടി വരും. തികച്ചും അപ്രതീക്ഷിതമാണ് ആ യാത്ര. നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് പോലും ഈ ദുനിയാവിൽ ഒരു ചിരജീവിയെ പോലെ ജീവിച്ചിട്ടില്ല. മുത്തുനബിയോട് അള്ളാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, തീർച്ചയായും അവിടുന്ന് വഫാത്താകും നബിയേ, എല്ലാവരും മരണപ്പെടും നബിയേ. അള്ളാഹുവിന്റെ റസൂല് പോലും ഈ ദുനിയാവിൽ അനശ്വരനായി ജീവിച്ചിട്ടില്ല. ഉണ്ടോ? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക, അങ്ങേക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം നൽകിയിട്ടില്ല അൽ ഖുൽദ, ഈ ദുനിയാവിൽ ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല നബിയേ. ഉണ്ടോ? അള്ളാഹു നബിയെ വിളിച്ചോർമ്മപ്പെടുത്തുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൗത്യം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു, റിസാലത്ത് എത്തിച്ചു കൊടുത്തു. എത്ര വർഷം ഈ ദുനിയാവിൽ ജീവിച്ചു? മുഹമ്മദ് ലിവ്ഡ് ഇൻ ദി ഫുൾ ഷാഡോ ഓഫ് ഹിസ്റ്ററി. പ്രവാചകന്റെ ജീവിതം മുഴുവനും ചരിത്രം എഴുതി ഒപ്പിവെച്ചിട്ടുണ്ട്. കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷവും 3 ദിവസവും ദുനിയാവിൽ ജീവിച്ചു. ഖമരിയ ചാന്ദ്രവർഷ കണക്കനുസരിച്ച്
ഹിജറ കലണ്ടർ അനുസരിച്ച് 63 വർഷവും 3 ദിവസവും. എന്നാൽ മീലാദി നോക്കൂ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഷംസിയ സൗരവർഷ കണക്കനുസരിച്ച് മുഹമ്മദ് മുസ്തഫ 61 വർഷവും 84 ദിവസവും ദുനിയാവിൽ ജീവിച്ചു. ചരിത്രം രേഖപ്പെടുത്തി. ചാന്ദ്ര സൗര വർഷ കണക്കനുസരിച്ച് പ്രവാചകൻ ജീവിച്ചതിന്റെ വർഷവും ദിവസവും ചരിത്രം എഴുതി വച്ചിരിക്കുന്നു. ഒരു ദിവസം ആരംഭപ്പോ അതാ പള്ളിയുടെ മെമ്പറിലേക്ക് വന്നിരുന്നു. എന്നിട്ടൊരു പ്രഭാഷണം നടത്തി സമുദായത്തോട്. അവിടെന്ന് പറഞ്ഞു, ഇന്ന അബ്ദൻ ഖദ് ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു സഹറത്തദ് ദുനിയാ വ ബൈന മാ ഇൻദഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു ഒരു ദാസന് ഈ ദുനിയാവിന്റെ അഴകും സൗന്ദര്യവും പകിട്ടും നൽകി. അല്ലാഹു പാരത്രിക സൗഖ്യങ്ങളും നൽകി. തന്റെ ദാസൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ, ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി തിരുമേനി പറഞ്ഞ ഈ ആശയം മനസ്സിലായി. മുത്തിന്റെ വഫാത്ത് അടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന അമന്നന്നാസി ഫീ സുഹ്ബതിഹി വ മാലിഹി അബൂബക്കർ. സമ്പത്തിലും അതുപോലെ തന്നെ ദീനിലും എന്നെ സഹായിച്ച വ്യക്തിയാണ് അബൂബക്കർ. ഫലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കർ ഖലീലാ. ഞാൻ ആരെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആക്കുമായിരുന്നെങ്കിൽ, എന്റെ ആത്മ ചങ്ങാതിയാക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ ഞാൻ ചങ്ങാതിയാക്കുമായിരുന്നു. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാം, പക്ഷേ ഇസ്ലാം അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം സൗഹൃദം കൊടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിനെ ശ്ലാഘിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ മുത്തുനബിക്ക് രോഗം ബാധിക്കുകയാണ്. കലശലായ പനിയാണ് പിടിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ 11-ാം വർഷം സഫർ മാസം അവസാനത്തെ ദിവസം ഹസ്രത്ത് മൈമൂന ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് മൈമൂന ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം അവിടത്തേക്ക് പനി പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നീണ്ട 13 ദിവസം നിരന്തരമായി പനി പിടിച്ചു കിടന്നു. 13 ദിവസം സഫർ അവസാനം പനി പിടിച്ചു. നബി തിരുമേനി പറഞ്ഞു, എന്നെ ആയിഷയുടെ വീട്ടിലേക്ക് മാറ്റുക. അങ്ങനെ പ്രവാചകന്റെ ആഗ്രഹപ്രകാരം ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബിയെ മാറ്റുകയാണ്. നോക്കൂ, പനി കൂടുതലായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എന്റെ ദേഹത്തേക്ക് ഒഴുക്കണം മിൻ സബഇ ഖിറബിൻ, 7 തോൽപാത്രത്തിലെ പച്ചവെള്ളം എന്റെ തലയിലേക്ക് ഒഴുക്കണം. ചരിത്രത്തിൽ കാണാം, മുത്തുനബിയുടെ ആ പനിയുടെ ചൂട് കമീസിന്റെ പുറത്ത് എത്തിയിരുന്നു. ചൂളിൽ ഇരുത്തിക്കൊണ്ട് കസേരയിൽ ഇരുത്തി പ്രവാചകന്റെ ദേഹത്തേക്ക് തോൽപാത്രത്തിൽ നിന്നും വെള്ളം ഒഴിച്ചു. എന്തിനലി തഖ്ഫീഫി ഹറാറത്തിൽ ഹുമ്മാ, പ്രവാചകനെ ബാധിച്ച ആ പനിയുടെ ചൂട് ലഘൂകരിക്കാൻ. അങ്ങനെ അതാ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയാതെ ശാരീരികമായി അല്ലാഹുവിന്റെ റസൂൽ ദുർബലനായപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഇനി മുതൽ അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ അണിനിരക്കണം. ഫൽയുസല്ലി, നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കട്ടെ. മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്. ഇനി നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ നമസ്കരിക്കണം അച്ചടക്കത്തോടെ. അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് നേതൃത്വം കൊടുക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ, പ്രവാചകന്റെ പള്ളിയിൽ, പ്രവാചകന്റെ ആ മെഹ്റാബിൽ നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ
അതാ സഹാബത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സഹാബാക്കൾ ദുഃഖിതരായി. അവരെല്ലാം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു, നബിയുടെ പിതൃവ്യന്റെ അടുക്കൽ വന്നു. അള്ളാഹുവിന്റെ റസൂല് വരാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലി റളിയല്ലാഹുവിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട്, ഇബ്നു അബ്ബാസിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട്, അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുന്നിൽ അതാ മുത്തുനബി കാലുകൾ നിലത്ത് വലിഞ്ഞുകൊണ്ട്, ശക്തമായ പനിയായിരുന്നിട്ട് കൂടി അതാ മസ്ജിദ് നബവിയിലേക്ക് വരികയാണ്. വന്ന് മിമ്പറിന്റെ അവസാനത്തെ പടിയിൽ ഇരുന്നു, അള്ളാഹുവിനെ സ്തുതിച്ചു, മുഖവുരകളെല്ലാം പറഞ്ഞിട്ട് പ്രവാചകൻ അതാ ഈ ഉമ്മത്തിനോട് അവസാനത്തെ പ്രസംഗം ചെയ്യുകയാണ്. അന്ന് മുത്തുനബി ഓതിയ സൂറത്ത് വൽ അസ്രി എന്ന സൂറത്തായിരുന്നു. നബി തിരുമേനി ഓതി വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ, വഅമിലസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വിശ്വസിക്കുകയും പുണ്യങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം ഉപദേശിക്കുകയും ധർമ്മം ഉപദേശിക്കുകയും ക്ഷമിക്കുവാൻ വസിയത്ത് ചെയ്യുകയും, വതവാസൗ ബിസ്സബ്ർ, ക്ഷമയെ വസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ. 4 കാര്യങ്ങൾ, 4 സിഫത്തുകൾ ജീവിതത്തിൽ സമ്മേളിപ്പിച്ചവർ. ഈമാൻ, അമലുസ് സ്വാലിഹാത്ത്, സത്യം, ധർമ്മം ഉപദേശിക്കുക, അതിൻ്റെ പേരിൽ വരുന്ന ത്യാഗങ്ങൾ സഹിക്കുക. ഈ 4 ഗുണങ്ങളുള്ളവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന ചെറിയ അധ്യായം ഓതിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് ബലഗനീ, എനിക്ക് എത്തിച്ചേർന്നു, അന്നകും തഖാഫൂന മിൻ മൗതി നബിയിക്കും, നിങ്ങളെല്ലാം പ്രവാചകന്റെ നിര്യാണം, എൻ്റെ മരണം ഭയപ്പെടുന്നത് പോലെ എനിക്ക് വിവരം കിട്ടി. നിങ്ങളെല്ലാം എൻ്റെ മരണത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് വിവരം കിട്ടി. ഇന്നി ലാഹിഖുൻ ബി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ചെന്ന് ചേരാൻ പോവുകയാണ്. വ ഇന്നകും ലാഹിഖൂന ബി, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നു ചേരും. ഫഹൽ ഖലുദ നബിയ്യുൻ മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഏതെങ്കിലും പ്രവാചകൻ ഈ ലോകത്ത് കാലാകാലം ജീവിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം എൻ്റെ മൗത്തിനെ, എൻ്റെ മരണത്തെ ഭയപ്പെടുന്നതായി എനിക്ക് വിവരം കിട്ടി. ഞാൻ അള്ളാഹുവിലേക്ക് ചേരാൻ പോവുകയാണ്, നിങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് വരും. സയ്യിദുനാ റസൂലുള്ളാഹി നോക്കൂ. എന്നിട്ട് പ്രവാചകൻ ഹ്രസ്വമായി അവരോട് പ്രസംഗിച്ചു. ഭാര്യമാരെക്കുറിച്ചും സന്താനങ്ങളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും മുഹാജിറുകളെക്കുറിച്ചും, നോക്കൂ, തങ്ങളുടെ കീഴിലുള്ള ഭരണീയരെക്കുറിച്ചും വേലക്കാരെക്കുറിച്ചും എല്ലാവരോടും നന്നായി ഇടപഴകണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ വീട്ടിലേക്ക്, ഹസ്രത്ത് ആയിഷയുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നീണ്ട 13 ദിവസത്തെ പനി, സഫർ മാസം അവസാനം പനി പിടിച്ചു. നോക്കൂ, 13 ദിവസം ആ പനി നീണ്ടു നിന്നു. റബീഉൽ അവ്വൽ 12ന്റെ സുപ്രഭാതം, അതാ നബി തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അന്നത്തെ സുബഹി ഫജർ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അതാ ആയിഷ ബീവിയുടെ വീട്ടിലെ റൂമിന്റെ കർട്ടൻ തുണി മാറ്റി പള്ളിയിലേക്ക് നോക്കുകയാണ്. വിശ്വാസികളെല്ലാം സഫിൽ നിലകൊള്ളുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് നേതൃത്വം കൊടുക്കുന്നു. മുത്തുനബി കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിചാരിച്ചു, പ്രവാചകൻ ഇമാമത്തിന് വരാൻ ഒരുങ്ങുകയാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പുറകോട്ട് കാല് വെച്ചു. മുത്തുനബി കൈകൊണ്ട് കാണിച്ചു, നമസ്കാരം പൂർത്തീകരിക്കുവീൻ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഫജ്ർ സുബഹി നമസ്കാരം സഹാബത്ത് പൂർത്തീകരിച്ചു. റബീഉൽ അവ്വൽ 12ന്റെ സുപ്രഭാതം,
അതാ സഹാബാക്കൾ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബന്ധുക്കളെ സന്ദർശിക്കാൻ അല്പം അകലത്തിലേക്ക് പോയി. അതാ പ്രവാചകൻ ഹസ്രത്ത് ആയിഷയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വിഭ്രാന്തിയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഹസ്രത്ത് ആയിഷ പറയുകയാണ് റളിയല്ലാഹു അൻഹാ, നബി തിരുമേനിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. പ്രവാചകൻ അവിടത്തെ കൈ വെള്ളത്തിൽ മുക്കി, എന്നിട്ട് നെറ്റിയും മുഖവും തടവിക്കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ വിരലുകൾ ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. നോക്കൂ, അവസാന മുഹൂർത്തം. ഹസ്രത്ത് ആയിഷ പറയുകയാണ്, അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമാണ്. അവസാന സമയത്ത് മുത്തുനബി എന്നോട് അറാക്ക് ചോദിച്ചു. ഞാൻ അവിടത്തേക്ക് പല്ല് തേക്കാൻ അറാക്ക് കൊടുത്തപ്പോൾ അവിടെന്ന് പറഞ്ഞു, ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു മയപ്പെടുത്തണം. ഹസ്രത്ത് ആയിഷ വായിൽ വെച്ച് ചവച്ചു. നോക്കൂ, ആയിഷ ഉമ്മ പറയുകയാണ്, എന്റെ ഉമനീര് പ്രവാചകന്റെ ഉമനീരുമായി കൂടിച്ചേർന്നു. മുത്തുനബി വഫാത്തായത് എന്റെ മടിയിൽ വെച്ചാണ്. അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹമായി ആയിഷ റളിയല്ലാഹു അൻഹ എണ്ണി പറയുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജമാഅത്തിന് വേണ്ടി, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യും. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിലെ വെള്ളത്തിൽ കൈയിട്ടുകൊണ്ട് അവിടുന്ന് മുഖവും നെറ്റിത്തടവും തടകിക്കൊണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞു, അവസാനം പറഞ്ഞു, ഉമ്മത്തി അസ്വലാ, ഉമ്മത്തികളെ നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കണം. നോക്കൂ, ഇടയ്ക്ക് കൈ ചൂണ്ടി ആകാശത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് മുത്തു പറയുമായിരുന്നു, അർ റഫീഖൽ അഅ്ലാ, എനിക്ക് പോകാനുള്ളത് ഏറ്റവും ഉന്നതനായ കൂട്ടുകാരനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാണ്? അള്ളാഹുവാണ്. നോക്കൂ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ആയിഷ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവ് യാത്രയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്താവുകയാണ്. ഈ വാർത്ത സഹാബത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നടന്നുപോയ സഹാബത്ത് നിന്നുപോയി, നിന്നവരെല്ലാം സ്തബ്ധരായി ഇരുന്നു പോയി. പ്രജ്ഞയറ്റതുപോലെ അതാ പ്രപഞ്ചം പോലും പ്രകൃതി പോലും മൂകമായി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മദീന ഏറ്റവും ശോകമൂകമായി നിന്ന ഒരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് യാത്രയായി. അതാ ആളുകളെല്ലാം ഭയന്ന് വിറച്ചു. ഹസ്രത്ത് ഉമർ തന്റെ ഉറയിൽ കിടന്ന വാളൂരി എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് മുസ്തഫ വഫാത്ത എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഉടലിൽ നിന്നും ശിരസ് ഞാൻ വേർപെടുത്തുമെന്ന് ഹസ്രത്ത് ഉമർ വാളൂരിക്കൊണ്ട് അതാ സമൂഹത്തിന്റെ ഇടയിലൂടെ നടക്കുകയാണ്. ഈ വാർത്ത പടരുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്പം അകലത്തിലായിരുന്നു. അതാ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കിടത്തിയിരിക്കുന്ന റൂമിൽ ഹസ്രത്ത് ആയിഷയുടെ വീട്ടിലേക്ക് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തു നിന്നും ആ വെളുത്ത തുണി മാറ്റുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിയിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചുംബിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സ്വലവാത്തുല്ലാഹി അലൈക യാ റസൂലല്ലാഹ് മാ അത്യബക ഹയ്യൻ വമൈതാ. അല്ലാഹുവിന്റെ സലാത്തും സലാമും അങ്ങേക്കുണ്ടാവട്ടെ. അങ്ങ് എത്രയോ പരിശുദ്ധനാണ്. ജീവിച്ചിരുന്നപ്പോഴും അതാ വഫാത്തായി കിടക്കുന്ന താങ്കളും എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ പുണ്യ റസൂലിന്റെ മുഖത്തേക്ക് തന്നെ തുണി മാറ്റിയിട്ടു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു പ്രസംഗം നൽകുകയാണ്, ഒരു സന്ദേശം നൽകുകയാണ്. അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ
മാത ഔ ഖുതിലൻ ഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി. ഈ ആയത്ത് ഓതുകയാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു. അതാ വാൾ ഉറയിലേക്ക് ഇടുകയാണ്. ഉമർ പറയുകയാണ്, ഫകഅന്നീ ലം അതുൽ ഹാദിഹിൽ ആയ, ഞാൻ ഈ ആയത്ത് ഇതുവരെ ഓതാത്തവനെ പോലെ ഈ ആയത്ത് ഞാൻ ഖുർആനിൽ ഓതിയിട്ടില്ല എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചെങ്കിൽ അതാ മുഹമ്മദ് മുസ്തഫ വഫാത്തായി കിടക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ, അല്ലാഹു ജീവിച്ചിരിക്കുകയാണ്, ലാ യമൂത്ത്, അവൻ ഒരിക്കലും മരണപ്പെടുകയില്ല. എന്നിട്ട് ഈ സൂക്തം ഓതുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ തിരുദൂതനാണ്, മെസ്സഞ്ചറാണ്, സന്ദേശവാഹകനാണ്. അഫഇം മാത ഔ ഖുതില, ആ പ്രവാചകൻ വധിക്കപ്പെട്ടാൽ, ആ പ്രവാചകൻ മരണപ്പെട്ടാൽ, നിങ്ങൾ ഇൻഖലബ്തും അലാ അഅഖാബികും, നിങ്ങൾ ആ കാലുകളിൽ മടങ്ങിപ്പോവുകയാണോ? നിങ്ങൾ അതാ ബിംബാരാധനയിലേക്ക് മടങ്ങിപ്പോവുകയാണോ? പൂർവ്വ മതത്തിലേക്ക് പോവുകയാണോ? വമൻ യൻഖലിബ് അലാ അഖബൈഹി, ആരെങ്കിലും പൂർവ്വ മതത്തിലേക്ക് മടങ്ങിച്ചെന്നാൽ അല്ലാഹു തആല അവനെ അത് ഉപദ്രവിക്കുന്നതല്ല. വസയജിസില്ലാഹു ശാകിരീൻ, അല്ലാഹു നന്ദി പ്രകാശിപ്പിക്കുന്നവർക്ക് പ്രതിഫലം നൽകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകും. ഈ ആയത്ത് അതാ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാള് ഉറയിലേക്കിട്ട് ശാന്തനാവുകയാണ്. പരിഭ്രാന്തരായ ജനങ്ങളുടെ നേതൃത്വം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കയ്യിലെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിങ്കളാഴ്ച വെളുപ്പിന് പ്രവാചകൻ വഫാത്തായി. നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിച്ചത് അലിയാര് തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളും അവരുടെ പുത്രന്മാരുമാണ്. എന്നിട്ട് പ്രവാചകനെ അതാ കട്ടിലിൽ കിടത്തുകയാണ്. ആ ദേഹത്തെ അവിടെ നിന്ന് കഫൻ ചെയ്യുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, തിങ്കളാഴ്ച പകലും ചൊവ്വാഴ്ച രാവും ചൊവ്വാഴ്ച പകലും അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ മുബാറക്കായ ദേഹം അതാ ആയിഷ ഉമ്മയുടെ വീട്ടിൽ ആ കട്ടിലിൽ ഉണ്ടായിരുന്നു. പ്രവാചകന് വേണ്ടി ആരും ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിട്ടില്ല. കാരണം നബിയാണ് ഇമാം. ആ ഇമാമിന് വേണ്ടി മറ്റൊരു ഇമാം നേതൃത്വം കൊടുത്തിട്ടില്ല. സഹാബാക്കൾ എല്ലാവരും വന്നുകൊണ്ട് ഒറ്റയ്ക്കാണ് മയ്യത്ത് നമസ്കരിച്ചത്. പ്രവാചകന് വേണ്ടി നമസ്കരിച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ ശരീരം അതാ ഹസ്രത്ത് ആയിഷയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹാ ഖബറടക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം ഖബറിലേക്ക് വെച്ചത് അലിയാർ തങ്ങളാണ് സഹായിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളാണ്. അങ്ങനെ സഹോദരങ്ങളെ, പ്രവാചകന്റെ ഖബർ ചരിത്രത്തിൽ കാണാം. ആ ഖബറിൽ ലഹദായിരുന്നു. ഭൂമിയിൽ മണ്ണെടുത്തിട്ട് അതിനകത്ത് നിന്ന് ഭൂമി തുറന്ന് അതാ ആ തുറന്ന ഭാഗത്തേക്ക് കയറ്റി വെക്കുന്ന രീതിയാണ് ലഹദ്. ആ രീതിയാണ് പ്രവാചകന്റെ ഖബറിൽ കാണുന്നത്. അങ്ങനെ ആ മുബാറക്കായ ശരീരം മണ്ണിലേക്ക് വെച്ചു. അതാ ബഹുമാനപ്പെട്ട സഹാബത്ത് ആ ഖബർ ഒരു ചാൺ ഉയരത്തിൽ മണ്ണിട്ട് മൂടുകയാണ്. ഫറശഹു ബിലാൽ, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ മുകളിൽ വെള്ളം തെളിച്ചു എന്നാണ് ചരിത്രം. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്ക് യാത്രയായി. പ്രവാചകൻ അതാ നമുക്ക് 2 കാര്യങ്ങൾ തന്നിട്ട് പോവുകയാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി. മുത്തുനബി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്നു തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ നൽകുകയാണ്. ലൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, മാർഗഭ്രംശത്തിലേക്ക് പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം. കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കലാമായ വേദം പരിശുദ്ധ ഖുർആനാണ്. വസുന്നത റസൂലി, മറ്റൊന്ന് പ്രവാചകൻ അവിടുന്ന് പറയുകയാണ് എന്റെ തിരുസുന്നത്തുമാണ്.
ഇത് രണ്ടും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തന്ന് നമുക്ക് വിട്ടേച്ചാണ് പോയത്. അള്ളാഹുവിന്റെ റസൂൽ അതാ ഖബറിൽ ജീവിക്കുകയാണ്. പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല. സയ്യിദുനാ റസൂലുള്ളാഹി അവർ ഖബറിലും ബർസഖി ജീവിതത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്. പ്രവാചകന്റെ ശരീരം അതാ ഖബറടക്കപ്പെട്ടെങ്കിലും മുത്തുനബിയുടെ സാന്നിധ്യം ഹദീസുകളായി അതാ പ്രവാചകൻ പ്രബോധനം ചെയ്ത അവിടത്തേക്ക് നൽകിയ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു തആല ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചാൽ അല്ലാഹു പടച്ചവൻ നാളെ നമുക്ക് ആ യാത്ര, മരണത്തിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ പാരത്രിക ഖബറിലുള്ള ആ യാത്രയും അതുപോലെ മഹ്ശറിലേക്കുള്ള യാത്രയും അല്ലാഹു എളുപ്പമാക്കി തരും. പടച്ചവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ നൈമിഷികമായ ഹ്രസ്വമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ ദുനിയാവിൽ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണത്തിലേക്ക് അടുക്കും. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഖാല റസൂലുള്ളാഹി 60ന്റെയും 70ന്റെയും ഇടയിലാണ്. വ അഖല്ലുഹും അവരിൽ വളരെ പരിമിതരായ ആളുകൾ മൻ യജൂസു ദാലിക 70 വിട്ടുകിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ കുറച്ച് ആളുകൾ 70 വിട്ടുകിടക്കും. ഈ 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഉമ്മത്തികളുടെ ആയുസ്. ആ മരണം വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ വളരെ വേഗം നമ്മളതാ പരലോകത്തിലേക്ക് എത്തുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഈ കാണുന്ന ശരീരത്തിൽ നിന്ന്, ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടുപിരിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് മണ്ണിനുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് കവി പാടിയത്, യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ലിഖിദ്മതിഹി അതത്ലുബുർ റിബ്ഹ മിമ്മാ ഫീഹി ഖുസ്റാനു അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളായിലഹാ ഫഅൻത ബിൻ നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. ഒരു കവി പാടി, യാ ഖാദിമൽ ജിസ്മി, ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, ഈ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിന് സേവനം ചെയ്യുന്ന മനുഷ്യ, നാളെ മണ്ണായി പോകാനുള്ള ഈ ശരീരത്തിൽ നിന്ന് നീ ലാഭം മോഹിക്കുകയാണോ? നാളെ പുഴുക്കൾ തിന്നാനുള്ള ഈ ശരീരത്തിൽ നിന്ന് നീ ലാഭം മോഹിക്കുകയാണോ? അതുകൊണ്ട് അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളായിലഹാ, നീ ശരീരത്തിന് ഖിദ്മത്ത് ചെയ്യാനല്ല മുന്നോട്ട് വരേണ്ടത്, നീ ആത്മാവിന് സേവനം ചെയ്യാൻ മുന്നോട്ട് വരണം. അഖ്ബിൽ അലൻ നഫ്സി, റൂഹിന് വേണ്ടി നീ മുന്നോട്ട് വരണം. കവി പാടുകയാണ്, അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളായിലഹാ, ആത്മാവിന് മഹത്വങ്ങൾ നീ നേടിക്കൊടുക്കണം. ആരാധനകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, ഫർളായ നമസ്കാരത്തിലൂടെ, സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ നിന്റെ ആത്മാവിനെ നീ പ്രകാശിപ്പിക്കണം. അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളായിലഹാ ഫഅൻത ബിൻ നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. മനുഷ്യൻ അറിയപ്പെടുന്നത് ശരീരം കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. ആ ആത്മാവിനെ നീ പ്രകാശിപ്പിക്കണം എന്ന് കവി പാടുകയാണ്. ശരിക്കും സ്ഥാനം ശരീരത്തിനല്ല. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ശരീരത്തിനാണ് സ്ഥാനമെന്ന, അല്ല, സ്ഥാനം ആത്മാവിനാണ്. സുഹൃത്തുക്കളെ, ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടാൽ പിന്നെ നമ്മുടെ പേര് മയ്യിത്തെന്നാണ്. വമൻ നസലത് ബിസാഹതിഹിൽ മനായ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ. ഒരു കവി പാടി, മരണം ആരുടെയെങ്കിലും വീട്ടുമുറ്റത്ത് ഇറങ്ങിയാൽ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ, ആകാശവും ഭൂമിയും നിനക്ക് യാതൊരു പ്രൊട്ടക്ഷനും തരുന്നതല്ല, നിന്നെ സംരക്ഷിക്കുന്നതല്ല. ഭൂമി സംരക്ഷിക്കുകയില്ല, ആകാശം സംരക്ഷിക്കുകയില്ല. വീട്ടുമുറ്റത്ത് മരണമെത്തിയാൽ അല്ലാഹു റാഹത്തായ മരണം, വഫാത്ത് പടച്ചോൻ നമുക്ക് തരുമാറാവട്ടെ. സുഹൃത്തുക്കളെ, 5 അവസ്ഥകൾ വരുന്നതിനു മുമ്പ് ജീവിതത്തെ ധന്യമാക്കി വെക്കാൻ പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസ,
ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ 3 കൂട്ടർ അനുഗമിക്കും. അഹ്ലുഹു വമാലുഹു വഅമലുഹു. റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ കുടുംബക്കാർ, അവന്റെ കർമ്മങ്ങൾ, അതുപോലെ വമാലുഹു അവന്റെ സമ്പത്ത്. നോക്കൂ, 6 അടി മണ്ണിൽ പള്ളിക്കാട്ടിൽ ബർസഖിയായ ജീവിതത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഫയർജിഉ ഇസ്നാൻ 2 കൂട്ടരും മടങ്ങി വരും. വയബ്ഖാ അമലുഹു അവന്റെ ഖബറിൽ അമല് ബാക്കിയാകും. ഷഫീഉനാ റസൂലുള്ളാഹി. നാളെ ഖബറിൽ നമുക്ക് കൂട്ട് നമ്മുടെ മക്കളല്ല, പിന്നെ നമ്മുടെ സമ്പത്തുമല്ല. നമ്മൾ ജീവിതത്തിൽ ചെയ്ത അമലുകൾ, അല്ലാഹു നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഹസ്രത്ത് ഉമർ ഫാറൂഖ് തങ്ങള് പറയുകയാണ്, ഹാസിബു അൻഫുസക്കും, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തെ വിചാരണ ചെയ്യണം. ഖബ്ല അൻ തുഹാസബു, നാളെ മഹ്ശറയിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിനു മുമ്പ് എല്ലാ ദിവസവും നിങ്ങൾ ആത്മപരിശോധന നടത്തണം. എന്ത് അമല് ചെയ്തു, എന്ത് സുഹൃതം ചെയ്തു, എത്ര പരദൂഷണം പറഞ്ഞു, ആരെ ദ്രോഹിച്ചു, നിങ്ങളൊന്ന് സ്വയം ഹിസാബ് ചെയ്യണമെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാൻ പറയുകയാണ്. സിനു അൻഫുസകും ഖബ്ല അൻ തുവസ്സനു, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ഒന്ന് തൂക്കി നോക്കണം, അല്ലാഹു നാളെ തൂക്കുന്നതിന് മുമ്പ്. കണ്ടോ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ഡയറി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉമർ റളിയല്ലാഹു പറഞ്ഞതും ചെയ്തതും ആ ഡയറിയിൽ കുറിച്ചു വെക്കും. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ആത്മപരിശോധന, ആ ഡയറി ഒന്ന് വായിക്കും. സുഹൃത്തുക്കളെ, ആ ഒരാഴ്ച തെറ്റുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച അത് തിരുത്തി നല്ല രൂപത്തിൽ ജീവിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരാണ് മഹാൻ? പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതുപോലെ നന്മകൾ തെരഞ്ഞെടുക്കാൻ, തിന്മകളെ ഉപേക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്ത പുണ്യങ്ങൾ, നാം ചെയ്ത അമലുകൾ ഖബറിൽ നമുക്ക് ബാക്കിയാകും. വയബ്ഖാ അമലുഹു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഖബറിൽ നിന്റെ അമലുകൾ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അത് മാത്രവുമല്ല, ഖബറിൽ നമ്മെ കൊണ്ടുപോയി കിടത്തുമ്പോ അതാ സുന്ദരനായ രൂപത്തിൽ ഒരാൾ കടന്നു വരും. നീ ആരാണെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സാലിഹായ അമലാണ്. നോക്കൂ, ഒരു നല്ല സുന്ദര രൂപത്തിൽ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്നിരുന്നിട്ട് നമുക്ക് ആശ്വാസം അരുളും, നമ്മോട് സംസാരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമലുകൾക്ക് ജഡിക സ്വഭാവമുണ്ടാകും. നമ്മുടെ അമലുകൾക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ രൂപമണിയാൻ സാധിക്കും. നാളെ ഖബറിൽ നമ്മുടെ കൂട്ടുകാരനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തൊരു ഭാഗ്യമാണ്! അല്ലാഹു തആല പടച്ചവൻ നല്ല രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമലുകൾ വർദ്ധിപ്പിക്കണം, ഇബാദത്ത് വർദ്ധിപ്പിക്കണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തരുന്ന ഓരോ നിമിഷവും തിരിച്ചു വരികയില്ല. നാം ഈ നിമിഷങ്ങളെ സമ്പാദിച്ചു വെക്കണം. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ വളരെ കൂടുതൽ സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ഒരു വിഭാഗത്തെ പ്രശംസിച്ചു പറയുന്നുണ്ട്. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അലീമാ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു. വഅജ്റൻ അലീമാ, പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ വർദ്ധിപ്പിക്കാൻ, അതുപോലെ ഹദീസിൽ വന്ന എല്ലാ ദിക്റിന്റെ വചനങ്ങളും വർദ്ധിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അതുപോലെ ഹൗക്കലത്ത്, അതുപോലെ ഇസ്തിഗ്ഫാർ, ഒരു തെറ്റും ചെയ്യാത്ത ആരംഭപ്പു ദിവസം 70 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാമും അല്ലാഹുവിനോട് ധാരാളം പൊറുക്കലിനെ തേടണം. നാളെ പരലോകത്തിൽ നമുക്ക് ഇത്
സമ്പത്താണ്. റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ 6 അടി മണ്ണിന് വേണ്ടി, 6 അടി നീളവും 3.5 അടി വീതിയുമുള്ള ഖബറിന് വേണ്ടി നാം ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ചെലവഴിക്കണം. വഅൻഫിഖൂ മിമ്മാ റസഖനാകും. അള്ളാഹു സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുകയാണ്, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവഴിക്കൂ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ്, കണ്ടോ, മൗത്ത് വരുന്നതിന് മുമ്പ്, അപ്രതീക്ഷിത യാത്രയ്ക്ക് മുമ്പ്, നിങ്ങൾ ആരോഗ്യമുള്ള ഘട്ടത്തിൽ നിങ്ങളുടേതായ സമ്പത്ത് കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ ചെലവഴിക്കൂ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം വന്ന് ഭവിക്കുന്നതിന് മുമ്പ്. അല്ലാഹു തആല ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ബാദിറു ബിസ്സദഖ. ജീവിതത്തിൽ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ സ്വദഖ ചെയ്തോളീൻ, വേഗത കാണിച്ചോളീൻ. ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹാ. ആപത്ത് സ്വദഖയെ മറികടക്കുന്നതല്ല. ആപത്ത് സ്വദഖയെ മറികടക്കുന്നതല്ല. കണ്ടോ, ആപത്ത് സ്വദഖയെ മറികടക്കുകയില്ലെന്ന് പറഞ്ഞാൽ സ്വദഖ കാവലാണ്. സ്വദഖ മനുഷ്യനെ കാവലാണ്, മനുഷ്യനെ സംരക്ഷിക്കുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന സ്വദഖത തംനഉ 70 അൻവാഅൻ മിനൽ ബലായാ. ദാനധർമ്മം മനുഷ്യന്റെ 70ഓളം ബലായ, മുസീബത്തിനെ തടുക്കും. 70 പരീക്ഷണങ്ങളെ, ആപത്തുകളെ തടയും. റസൂലുള്ളാഹി പറഞ്ഞു, സ്വദഖ 70ഓളം ആപത്തുകളെ തടയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതിൽ ഏറ്റവും ചെറുത് അൽ ബറസു, വെള്ളപ്പാണ്ടാണ്. ഖാല റസൂലുള്ളാഹി അദ്നാഹ അൽ ബറസു. 70ൽ ഏറ്റവും താഴ്ന്ന ആ പരീക്ഷണം അൽ ബറസു, വെള്ളപ്പാണ്ടാണ്. വെള്ളപ്പാണ്ട് വരാതെ ഈ സ്വദഖ നിനക്ക് കാവലേകും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു പടച്ചോ നമ്മൾ അനുഗ്രഹിക്കട്ടെ. വെള്ളപ്പാണ്ടിൽ നിന്ന് വരാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ നോക്കൂ, മാറാ രോഗങ്ങളുണ്ടെങ്കിൽ അവര് സ്വദഖ ചെയ്താൽ അല്ലാഹു അതിന് പരിഹാരം കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണിയുടെ ജീവചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് റളിയല്ലാഹു അൻഹു. നോക്കൂ, ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് മുഴുവനും വെള്ളപ്പാണ്ട് വന്നിരുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു മാറ്റിക്കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സുഹൃതങ്ങൾ നാളെ പരലോകത്തിൽ നമുക്ക് ഉപകാരപ്പെടും. സുഹൃത്തുക്കളെ, മരണത്തിന് മുമ്പ് നാം ഒരുങ്ങിയിരിക്കുക. അപ്രതീക്ഷിത യാത്ര, റൂഹ് പിരിഞ്ഞാൽ, ദേഹത്തിൽ നിന്ന് ദേഹി യാത്രയായാൽ 5 മണിക്കൂറിനുള്ളിൽ ചൂട് ആറി അതാ തണുത്ത് മരവിച്ച ഈ ശരീരത്തെ അതാ മുഅ്മിനീങ്ങൾ കുളിപ്പിക്കാൻ എടുക്കും. 7 മീറ്റർ തുണിയിൽ പൊതിയും. സുഹൃത്തുക്കളെ, കെട്ടുകൾ 3 കെട്ടും. അതാ മൂക്കിലും ദ്വാരങ്ങളിലും പഞ്ഞിവെക്കും. എന്നിട്ട് ഖബറിലേക്ക് കൊണ്ടുവരികയാണ്. അതാ കവി പാടി കൊല്ലുബിനി ഉൻസാ വ ഇൻ താലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. കൊല്ലുബിനി ഉൻസാ, ഉമ്മ പെറ്റ ഓരോ മക്കളും, വ ഇൻ താലത് സലാമതുഹു, ഈ ദുനിയാവിൽ എത്ര കാലം ആരോഗ്യത്തിൽ ജീവിച്ചാലും ശരി, കുല്ലുബിനി ഉൻസാ വ ഇൻ താലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. മയ്യത്ത് കട്ടിലിൽ, അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ മയ്യത്ത് കട്ടിലിൽ ഖബറിലേക്ക് ചുമക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅ്മിനീങ്ങളുടെ തോളത്തിരുന്ന് ആ മയ്യത്തിനെ ചുമക്കും എന്ന് കവി പാടിയത് എത്രമാത്രം അന്വർത്ഥമാണ് സുഹൃത്തുക്കളെ. അല്ലാഹു ആ യാത്ര പടച്ചവൻ എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ ഖബറിൽ പടച്ചവൻ സലാമത്താക്കി തരട്ടെ.